മലയാളിക്ക് വിഷു എന്നാൽ വെറുമൊരു ആഘോഷമല്ല, അത് പ്രതീക്ഷയുടെയും അതിജീവനത്തിന്റെയും ഒരു പുതിയ തുടക്കമാണ്. കണിപ്പൂക്കളുടെ മഞ്ഞ വെളിച്ചവും കൈനീട്ടത്തിന്റെ സ്നേഹസ്പർശവും സദ്യയുടെ സമൃദ്ധിയും ചേർന്നൊരുക്കുന്ന ആ മനോഹര നിമിഷം ഓരോ മലയാളിയുടെയും മനസ്സിൽ ശുഭപ്രതീക്ഷകളുടെ വിത്തുപാകുന്നു. എന്നാൽ 27 നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രമായ അശ്വതിക്കാർക്ക് 2026 ഈ വിഷു അവരുടെ ജീവിതത്തിലെ ഒരു വലിയ പരിവർത്തനത്തിന്റെ നാന്ദികുറിക്കൽ കൂടിയാണ്. മേടം രാശിയുടെ പടിവാതിൽക്കൽ സൂര്യൻ ഉച്ചസ്ഥനായി വിളങ്ങുന്ന ഈ വേളയിൽ പ്രകൃതി പോലും ഒരു പുനർജന്മത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. വാഗപ്പൂക്കളും കണിക്കൊന്നയും പൂത്തുലങ്ങി നിൽക്കുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഈ വർഷം എന്തുതരം മാറ്റങ്ങളാണ് കടന്നു വരുന്നത് എന്ന് നാം ഗൗരവതരമായി ചിന്തിക്കേണ്ടതുണ്ട്. നക്ഷത്രമാലയിലെ ആദ്യത്തെ മുത്തായ അശ്വതി വേഗതയുടെയും ഊർജ്ജസ്വലതയുടെയും പ്രതീകമാണ്. കുതിച്ചു പായുന്ന കുതിരയുടെ തലയുടെ ആകൃതിയിലുള്ള ഈ നക്ഷത്രക്കാർക്ക് കാലത്തിന്റെ പ്രവാഹത്തിനൊപ്പം എങ്ങനെ സഞ്ചരിക്കാമെന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാട് 2026 വിഷുഫലം നൽകുന്നു. ഓരോ വിഷുവും നമുക്ക് നൽകുന്ന സന്ദേശം കണി കാണുക എന്നതാണ്. പുലർച്ചെ കണ്ണു തുറക്കുമ്പോൾ നാം കാണുന്ന ആ ഐശ്വര്യം വർഷം മുഴുവൻ കൂടെയുണ്ടാകണമെന്നാണ് നമ്മുടെ പ്രാർത്ഥന. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ വിഷുബലം അവരുടെ കഠിനാധ്വാനത്തിന്റെ ബലങ്ങളാണ്. 2026 വിഷു കൈനീട്ടം നിങ്ങൾക്ക് നൽകുന്നത് പുതിയ അവസരങ്ങളും അംഗീകാരങ്ങളും ഒപ്പം വലിയ ഉത്തരവാദിത്തങ്ങളുമാണ്. ജീവിതത്തിന്റെ സങ്കീർണതകളിൽപ്പെട്ട് ഉഴലുന്നവർക്ക് ആശ്വാസത്തിന്റെ തണൽ നൽകുന്ന ഒരു വർഷമാണിത്. അശ്വതി നക്ഷത്രക്കാർ പൊതുവെ അല്പം ധൃതിയുള്ളവരും പെട്ടെന്ന് ബലം ആഗ്രഹിക്കുന്നവരുമാണ്. എന്നാൽ പ്രകൃതിയുടെ താളം പോലെ വിത്തിട്ട് കഴിഞ്ഞ് അത് മുളച്ചു പൂക്കാൻ അതിൻ്റെതായ സമയമുണ്ടെന്ന് ഈ വിഷുക്കാലം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. 2026 നിങ്ങളുടെ തൊഴിൽ മേഖലയിലും കുടുംബജീവിതത്തിലും ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ വരാനിരിക്കുന്ന ഒരു വലിയ വിജയത്തിന്റെ മുന്നോടിയാണിതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വിഷുക്കാലത്ത് നാം കത്തിക്കുന്ന നിലവിളക്കിന്റെ 5 തിരികൾ പോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ 5 മേഖലകളായ തൊഴിൽ, സമ്പത്ത്, കുടുംബം, ആരോഗ്യം, ആത്മീയത തുടങ്ങിയ മേഖലകൾ എങ്ങനെ പ്രകാശിക്കുമെന്നതാണ് ഈ വീഡിയോയിലൂടെ നാം പരിശോധിക്കുന്നത്. ഗ്രഹനിലകളുടെ സങ്കീർണതകളിലേക്ക് കടക്കാതെ തന്നെ നിങ്ങളുടെ നക്ഷത്രത്തിന്റെ സ്വഭാവവും കാലത്തിന്റെ മാറ്റങ്ങളും തമ്മിലുള്ള പൊരുത്തം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. അശ്വതിക്കാർക്ക് 2026 ചില പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമെങ്കിലും അവയെല്ലാം ഒരു സ്വർണത്തെ തീയിലുരുക്കി ശുദ്ധീകരിച്ചെടുക്കുന്നത് പോലെ നിങ്ങളെ കൂടുതൽ കരുത്തരാക്കും. വിഷുക്കണിയിൽ നാം വെക്കുന്ന കണിവെള്ളരിയും ചക്കയും മാങ്ങയും പോലെ വൈവിധ്യമാർന്ന അനുഭവങ്ങളാണ് ഈ വർഷം നിങ്ങളെ കാത്തിരിക്കുന്നത്. ചിലത് മധുരമുള്ളതാകാം, ചിലത് പുളിയുള്ളതാകാം. എന്നാൽ അതെല്ലാം ചേരുമ്പോഴാണ് ജീവിതം പൂർണ്ണമാകുന്നത്. അശ്വതി നക്ഷത്രക്കാർക്ക് തങ്ങളുടെ സ്വതസിദ്ധമായ വേഗതയോടൊപ്പം അല്പം വിവേകം കൂടി ചേർത്താൽ ഈ വർഷം അവിസ്മരണീയമാക്കാൻ സാധിക്കും. മാറ്റങ്ങൾ എപ്പോഴും ഭയപ്പെടുത്തുന്നവയാകാം. എന്നാൽ അശ്വതിയെ പോലെ ഒരു അഗ്നി നക്ഷത്രത്തിന് മാറ്റങ്ങൾ ഒരു ഇന്ധനമാണ്. 2026 വിഷു മുതൽ 2027 വിഷു വരെയുള്ള ഈ കാലയളവ് നിങ്ങളുടെ ജീവിതരേഖയിൽ സുവർണ അക്ഷരങ്ങളാൽ എഴുതപ്പെടേണ്ട ഒന്നാണ്. അതിനായി നിങ്ങൾ മാനസികമായും ശാരീരികമായും എങ്ങനെ തയ്യാറെടുക്കണം? നിങ്ങളുടെ ബന്ധങ്ങളിൽ എന്ത് വിട്ടുവീഴ്ചകൾ ചെയ്യണം? സമ്പാദ്യശീലത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്തണം? ആത്മീയമായ ഉണർവ് എങ്ങനെ നേടിയെടുക്കാം? ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം നൽകുന്ന ഒരു സമഗ്രമായ മാർഗരേഖയാണ് ഈ വീഡിയോ. പ്രതീക്ഷയുടെ കൊന്നപ്പൂക്കൾ നിങ്ങളുടെ മനസ്സിനുള്ളിലും പൂത്തു നിൽക്കട്ടെ. 2026 വിഷുബലം അശ്വതി നക്ഷത്രക്കാർക്ക് വെറും ഒരു പ്രവചനമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതയാത്രയിൽ വഴിവിളക്കായി മാറുന്ന ഒരു മാർഗനിർദ്ദേശമാണ്. വരും വർഷം നിങ്ങൾക്ക് നൽകുന്ന എല്ലാ വെല്ലുവിളികളെയും പുഞ്ചിരിയോടെ നേരിടാനും നേട്ടങ്ങളെ വിനയത്തോടെ സ്വീകരിക്കാനും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. 2026 വിഷുവിന് ശേഷമുള്ള കാലം അശ്വതി നക്ഷത്രക്കാരുടെ കരിയറിൽ നിർണായകമായ പല മാറ്റങ്ങൾക്കും സാക്ഷ്യം വഹിക്കും. ജോലിയിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ തേടി വരും. നിങ്ങളൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ വർഷത്തിന്റെ പകുതിയോടെ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു തൊഴിൽ മാറ്റം അല്ലെങ്കിൽ പുതിയ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ കിട്ടുന്ന അവസരങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ അതീവ ജാഗ്രത പുലർത്തണം. തൊഴിലിടങ്ങളിൽ അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കണം. നിങ്ങളുടെ വ്യക്തമായ നിലപാടുകൾ ചിലപ്പോൾ മേലധികാരികൾക്കോ സഹപ്രവർത്തകർക്കോ തെറ്റിദ്ധാരണയുണ്ടാക്കാൻ കാരണമായേക്കാം. വിട്ടുവീഴ്ച മനോഭാവം ഈ വർഷം നിങ്ങളുടെ വിജയത്തിന് അനിവാര്യമാണ്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ വാർത്തകൾ ലഭിക്കും. വർഷത്തിന്റെ ആദ്യ പാദത്തിൽ ചില തടസ്സങ്ങൾ നേരിട്ടാലും വിഷുവിന് ശേഷം 3 മാസങ്ങൾ കഴിയുന്നതോടെ തടസ്സങ്ങൾ നീങ്ങും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് വിപുലീകരണത്തിന്റെ കാലമാണ്. എന്നാൽ പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യത ഉറപ്പുവരുത്തണം. പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുൻപ് പരിചയസമ്പന്നരായ ആളുകളുടെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കാൻ അല്പം കാലതാമസം നേരിട്ടേക്കാം. എങ്കിലും നിരാശപ്പെടാതെ മുന്നോട്ട് പോവുക. വർഷാവസാനത്തോടെ സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ നിങ്ങളെ തേടിയെത്തും. സാമ്പത്തിക കാര്യങ്ങളിൽ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വർഷം മിശ്രഫലമാണ് പ്രവചിക്കപ്പെടുന്നത്. വരുമാനം വർദ്ധിക്കുമെങ്കിലും അതിനനുസരിച്ചുള്ള അപ്രതീക്ഷിത ചെലവുകൾ നിങ്ങളെ അലട്ടിയേക്കാം. കുടുംബത്തിലെ അത്യാവശ്യ കാര്യങ്ങൾക്കോ വീട് നവീകരണത്തിനോ വേണ്ടി വലിയൊരു തുക മാറ്റിവെക്കേണ്ടി വരും. ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ ഭാഗ്യപരീക്ഷണങ്ങൾ നടത്താൻ ഈ വർഷം അത്ര അനുയോജ്യമല്ല.
ദീർഘകാല നിക്ഷേപങ്ങൾ ഗുണകരമാകും. സ്വർണത്തിലോ ഭൂമിയിലോ ഉള്ള നിക്ഷേപങ്ങൾ ഭാവിയിൽ വലിയ ലാഭം നൽകും. പഴയ കടങ്ങൾ വീട്ടാൻ സാധിക്കുമെന്നത് വലിയൊരു ആശ്വാസമാണ്. എന്നാൽ പുതിയ വായ്പകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. തിരിച്ചടവ് ശേഷി കൃത്യമായി കണക്കുകൂട്ടിയതിനു ശേഷം മാത്രം സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കുക. കുടുംബത്തിൽ നിന്നുള്ള സ്വത്ത് തർക്കങ്ങൾ പരിഹരിക്കപ്പെടാനും അർഹമായ ഓഹരി ലഭിക്കാനും ഈ വർഷം സാധ്യതയുണ്ട്. നിയമപരമായ കാര്യങ്ങളിൽ വിജയം വരിക്കാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്താൻ അല്പം പ്രയത്നിക്കേണ്ടി വരുന്ന വർഷമാണിത്. ദമ്പതികൾക്കിടയിൽ ചെറിയ പിണക്കങ്ങളും വാഗ്വാദങ്ങളും ഉണ്ടായേക്കാം. സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും ഇടം നൽകാതെ പരസ്പര വിശ്വാസം വളർത്താൻ ശ്രമിക്കണം. ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ നൽകേണ്ടി വരും. പങ്കാളിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ വീഴ്ചകൾ ക്ഷമയോടെ കൈകാര്യം ചെയ്യുക. വിവാഹിതരായി കുട്ടികൾക്കായി കാത്തിരിക്കുന്നവർക്ക് ഈ വർഷം സന്തോഷ വാർത്ത കേൾക്കാൻ സാധിക്കും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ തൊഴിൽ കാര്യത്തിലോ ഉണ്ടായ തടസ്സങ്ങൾ മാറിക്കിട്ടും. അവരുടെ നേട്ടങ്ങളിൽ നിങ്ങൾ അഭിമാനിക്കും. മാതാപിതാക്കളുടെ, പ്രത്യേകിച്ച് പിതാവിന്റെ ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണം. അവർക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നത് മാനസിക സന്തോഷം നൽകും. അടുത്ത ബന്ധുക്കളുമായി ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആഘോഷങ്ങളിലും ചടങ്ങുകളിലും സംബന്ധിക്കുമ്പോൾ വാക്കുകൾ നിയന്ത്രിക്കണം. ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ആത്മീയ ചിന്തകൾ നിങ്ങൾക്ക് ഉണർവ് നൽകും. പ്രാർത്ഥനകളും ധ്യാനവും ശീലമാക്കുന്നത് ചിന്തകളെ ഏകോപിപ്പിക്കാൻ സഹായിക്കും. ആഗ്രഹിച്ചിരുന്ന പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഈ വർഷം അവസരം ലഭിക്കും. കുടുംബസമേതം നടത്തുന്ന തീർത്ഥയാത്രകൾ ബന്ധങ്ങളെ ദൃഢമാക്കും. നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ചെറിയ ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കുന്നത് നെഗറ്റീവ് ഊർജ്ജത്തെ അകറ്റാൻ സഹായിക്കും. അന്നദാനമോ അശരണർക്ക് സഹായമോ നൽകുന്നത് ഉത്തമമാണ്. ഇഷ്ടദേവതയെ ഭജിക്കുന്നതും ജന്മനക്ഷത്ര ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നതും തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. അശ്വതി നക്ഷത്രക്കാർ കേതുവിനെയും ഗണപതിയെയും ഭജിക്കുന്നത് ഈ വർഷം ഏറെ ഗുണകരമാണ്. ആരോഗ്യകാര്യത്തിൽ അശ്വതി നക്ഷത്രക്കാർ ഈ വർഷം വളരെയധികം ശ്രദ്ധിക്കണം. രക്തസമ്മർദ്ദം, ഉദരസംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ അസ്ഥി സംബന്ധമായ വേദനകൾ എന്നിവ കണ്ടേക്കാം. കൃത്യമായ വ്യായാമവും ഭക്ഷണക്രമവും പാലിക്കുക. അമിതമായ ജോലിഭാരം മൂലമുള്ള മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. യാത്രകളിൽ അതീവ ജാഗ്രത പാലിക്കുക. വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനം അനിവാര്യമായ വർഷമാണ്. ഏകാഗ്രത കുറയാൻ സാധ്യതയുള്ളതിനാൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകണം. മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ കഠിനമായ പരിശ്രമം വേണ്ടിവരും. ഉപരിപഠനത്തിനായി വിദേശത്തോ ദൂരസ്ഥലങ്ങളിലേക്കോ പോകാൻ അവസരം ലഭിക്കും. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുമെങ്കിലും അവരെ കണ്ണടച്ച് വിശ്വസിക്കരുത്. ചില സുഹൃത്തുക്കൾ വഴി സാമ്പത്തിക നഷ്ടമോ മനപ്രയാസമോ ഉണ്ടായേക്കാം. പഴയ സുഹൃത്തുക്കളുമായി ഒത്തുചേരാൻ അവസരം ലഭിക്കും. സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നം കാണുന്നവർക്ക് അതിനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങാൻ സാധിക്കും. നിലവിലുള്ള വീട് പുതുക്കിപ്പണിയാനോ വാഹനങ്ങൾ വാങ്ങാനോ ഈ വർഷം യോഗമുണ്ട്. മേടം മിഥുനം മാസത്തിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കും. സാമ്പത്തികമായി മിതമായ പുരോഗതി പ്രതീക്ഷിക്കാം. യാത്രകൾ അനിവാര്യമാകും. കർക്കിടകം കന്നിയിൽ ജോലിയിൽ സമ്മർദ്ദം വർദ്ധിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യത. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. തുലാം ധനുവിൽ തടസ്സപ്പെട്ടിരുന്ന കാര്യങ്ങൾ നീങ്ങും. സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. മകരം മുതൽ മീനമാസം വരെ ഭാവിയിലേക്കുള്ള നിക്ഷേപങ്ങൾ നടത്തും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കും. വർഷാവസാനം സമാധാനപൂർണമായിരിക്കും. നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കാൻ ശ്രമിക്കുക. അനാവശ്യമായ വാഗ്ദാനങ്ങൾ നൽകി വെട്ടിലാകരുത്. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം നിങ്ങളുടെ പല നല്ല ബന്ധങ്ങളെയും തകർക്കാൻ സാധ്യതയുണ്ട്. മൗനം വിദ്വാനുഭൂഷണം എന്ന തത്വം പലയിടത്തും പ്രായോഗികമാക്കുക. എല്ലാ മാസവും സംക്രാന്തി ദിവസത്തിലോ ജന്മനക്ഷത്ര ദിവസത്തിലോ ഗണപതി ഹോമം കഴിപ്പിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. കണ്ടകശനിയോ ഏഴര ശനിയോ ഉള്ളവർ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാജനം കത്തിക്കുകയും ശനിസ്തോത്രങ്ങൾ ജപിക്കുന്നതും ഉത്തമമാണ്. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്നത് ഊർജ്ജവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കും. 2026 വിഷുബലം അശ്വതി നക്ഷത്രക്കാർക്ക് നൽകുന്ന സന്ദേശം സ്ഥിരോത്സാഹവും ക്ഷമയും കൈവിടരുത് എന്നാണ്. എല്ലാ കാര്യങ്ങളിലും പെട്ടെന്ന് ഫലം ലഭിക്കണമെന്ന് വാശി പിടിക്കരുത്. ചില കാര്യങ്ങൾ സംഭവിക്കാൻ അതിൻ്റെതായ സമയമെടുക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കുകയും കുടുംബാംഗങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്താൽ ഈ വർഷം നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പ്രതിസന്ധികൾ വരാമെങ്കിലും അവയെല്ലാം നിങ്ങളെ കൂടുതൽ കരുത്തരാക്കാൻ വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കുക. ആത്മവിശ്വാസത്തോടെയും ഈശ്വര ചിന്തയോടെയും മുന്നോട്ട് പോയാൽ 2026 വിഷു നിങ്ങൾക്ക് ഐശ്വര്യപൂർണമായ ഒരു വർഷത്തിന്റെ തുടക്കമായിരിക്കും.